എന്തുട്ടാ ചേച്ചി പരിപാടി? അല്ല അവിടെ ഇരിക്കേ. ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എടുത്തുള്ളൊരു വീഡിയോ കേട്ടാ. ഞാൻ മത്സ്യമോളെ ചോറിനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലിരുന്ന് ചോറിന്റെ ആളാത്. എന്തോ ഒരു വീട് സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ വീടോന്ന് വെച്ച് ഞാൻ നോക്കുമ്പോഴാണ് ഈ ഒരു സെറ്റപ്പാണ്. ഇതെന്താ നോക്കട്ടെ. ഇവിടെ ഒരു എവിടെ അതെന്താ മത്സ്യമോളെ? അതിലിപ്പോ എത്ര സമയം? 2 മണി സമയം നമുക്കറിയാപ്പോ കുഴപ്പമില്ല. ഇനി വേറെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് അവിടെ. ആളുടെ ഒരു ലോകത്താണ്. അതെ, ഈ കോഴിക്കുട്ടിയാണ് മത്സ്യമോൾ ഉണ്ടാക്കിയ എലിക് റോബോട്ട്. ഒരു 2 ദിവസത്തെ പണിയായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് കോഴിക്കുട്ടികളെ പോലെ തോന്നിയേ. ഇതാരാ? മത്സ്യമോളുടെ കൂട്ടുകാരനാണോ? ഏതാ കൂട്ടുകാരി? ഇവിടെ ഒരു കൂട്ടുകാരി ഉണ്ടെന്നാണ് അവള് പറയണ. എനിക്ക് കാണാനില്ല, ഇമാജിനേഷനാണ്. പിന്നെ വേറെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. ഇത് എന്നിട്ട് മകളോ അതെന്റെ ഭംഗിക്ക് ഞാൻ അലങ്കാരത്തിന് ഇതിനെ കത്രിക വെച്ചേക്കണ. പിന്നെ റോക്കറ്റ് ഉണ്ടല്ലോ. താഴത്ത് വേറൊരു നിലയുണ്ട്, ഇമാജിനേഷൻ. അത് റോക്കറ്റ് എഴുതിയിട്ട് വിടും താഴത്തേക്ക്. എന്നിട്ട് അവിടെ പോയി എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് എഴുതിയിട്ട് മുകളിലേക്ക് വിടും. ഫോണല്ലേ അത്? പേപ്പർ കപ്പ് ഫോണല്ലേ അത്? അത് കാണിച്ചു തരാൻ പറ്റുമോ? അയ്യോ പാവം കുട്ടി ചോറുണ്ടോണ്ടിരിക്കുക. എവിടെ? നന്നായിണ്ട്. അത് കൂട്ടുകാരിനെ ഫോൺ ചെയ്യാനുള്ള പേപ്പർ ഫോൺ. പിന്നെ പെൻസിലൊക്കെ എന്തിനാ? പെൻസില പെന്ന എന്താ സ്കെച്ചാ? അതൊക്കെ എന്തിനാ? പിന്നെ എന്തിട്ടാ? ഇന്ന് ഈ വീടിന്റെ പാല് കാച്ചലായിരുന്നു. ഗ്യാസ് സ്റ്റവ് ആണ്. ഓക്കെ, പാമ്പുമണിയുടെ കോടാണ് ഗ്യാസ് സ്റ്റവ്. പിന്നെ ഇതാണ് എന്റെ പാല് കാച്ചന പാത്രം. ഓ, ഇതാണ് പാല് കാച്ചന കപ്പ്. ഓക്കെ, പിന്നെ പാർട്ടി കോപ്പറൊക്കെ ഇതിലാണ് പാലുള്ളത്. അത് പാലുള്ളതാണ്. പാലൊഴിച്ചാണ് കുപ്പിയാണത്. അടിപൊളി. അല്ല അതെന്താ പാമ്പിന്റെ കരിയൊക്കെ ഇരിക്കുന്നത്? അത് ഇവിടെ ഇത് തുറന്നിട്ട് ഇതെടുത്ത് ഇതിക്കിട്ടിട്ട് 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി. ആ നൂലെന്തിനാ? നൂലല്ലേ മഞ്ഞ കളറിലിരിക്കണ? അത് ജെല്ലിമിഠായ. ജെല്ലിമിഠായ ഞങ്ങളുടെ അതിന് നൂലെന്ന് പറയും. ഇത് പാല് കാച്ചിട്ട് കൊടുക്കട്ടെ. അവൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ആ സഞ്ചിയിലിട്ടിട്ട് താഴ്ത്തിടും. ഞാൻ പോട്ടെ, ഞാൻ മാങ്ങ കഴിക്കട്ടെ പോയിട്ട്. ഞാൻ അവിടെ മാങ്ങ പറക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചോറൂണൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരിക്കൊക്കെ ചോർക്ക് കൊടുത്തിട്ട് വാട്ടാ. ലൈറ്റ്, ഓക്കെ, ട്യൂബ് ലൈറ്റ്. പിന്നെ എവിടെ? ചോറിനെ വിളിച്ച ആളാണ്. കുറച്ച് ചോറും കാണാല്ലേ ആളും കാണാല്ലേ. ചോറ് എടുത്ത ആളുടെ സദ്യ കഴിക്കുമ്പോഴത്തെ വീടിന്റെ പാല് കാച്ചിലായിരുന്നു അത്ര. അതാണ് എന്റെ മഹത്സകുട്ടി. തന്നെക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കളിച്ചോളും. യാതൊരു വക ബോറടിയില്ല. അടിപൊളി. ഓക്കെ, ബായ്. ഞാൻ പോവാണേ. ഇതെന്റെ മത്സ്യക്കുട്ടിയുടെ പല പല ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആട്ടാ. പോട്ടെ.